പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം, ഒരു ബ്രെഡ് ഓംലെറ്റും ചായയും കുടിക്കണം. തിരക്കിയപ്പോഴത്തേക്ക് നല്ല ബ്രെഡ് ഓംലെറ്റും ചായയും നമ്മുടെ പൊന്മുടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നേരെ വണ്ടി എടുത്തുകൊണ്ട് ചാടി. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പെണ്ണും പിള്ളേയും കൂടെ ചാടി കയറി വീഡിയോ എടുക്കുക ആൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നേരെ വിട്ടു പൊന്മുടിക്ക്. പൊന്മുടി തെക്കൻ കേരളത്തിൻ്റെ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു വിനോദസഞ്ചാര മേഖല. ഏകദേശം കടൽ നിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരെ, അതായത് ഒരു 3600 അടി വരും. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പൊന്മുടി, അതായത് നമ്മൾ അഗസ്ത്യാർകൂടം മേഖലയിൽ പെടുന്നൊരു ഏരിയ. പൊന്മുടിയുടെ തൊട്ടടുത്ത് വരുന്ന ടൗൺ എന്ന് പറയുന്നത് വിതുരയാണ്. പിന്നെ പോണ വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്, മീൻമുട്ടി വെള്ളച്ചാട്ടം. ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, വെള്ളമില്ലാത്തതുകൊണ്ടാണ്. മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മല എന്നാണ്, അതുകൊണ്ടാണ് ഇവിടെ പൊന്മുടി എന്ന് വിളിക്കുന്നതെന്നാണ് ഇവിടുത്തെ ആദിവാസികൾക്കിടയിലുള്ളൊരു വിശ്വാസം. ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 14-ാം നൂറ്റാണ്ട് ടൈമിലൊക്കെ ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവിടെ എന്തൊക്കെ ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു തീർത്ഥാടനമായിട്ട് ഭക്തരൊക്കെ വന്ന് പോന്നിരുന്നു ഏകദേശം ആ ടൈമിൽ. അപ്പോൾ അതൊക്കെ നിർത്തി, ഇല്ലാതായി. പിന്നെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. നമ്മളെ മൂന്നാറിലെ പോലെയൊന്നും അത്രയും ഇല്ലെങ്കിലും ഉണ്ട്. പൊന്മുടി സായി കാട്ടിനോട് കയറിപ്പോണ വഴിക്ക് ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് കല്ലാർ നദി കാണാം. കല്ലാർ നദിയിലാണ് നമ്മുടെ വെള്ളച്ചാട്ടം മീൻമുട്ടി ഉള്ളത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 2000 അടി ഉയരത്തിൽ നിൽക്കുന്ന അഗസ്ത്യാർകൂടം ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. ഇതിലെ നമുക്ക് ബ്രൈമൂർ, പാലോട് ബ്രൈമൂറിലേക്കും പോവാം. ബോണക്കാട് മലയേരിയ. അഗസ്ത്യാർകൂടത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ പർവ്വതങ്ങളിൽ ഒന്നാണ് നമ്മുടെ അഗസ്ത്യാർകൂടം. ഏകദേശം 21 ഹെയർ പിൻ കയറിയാണ് നമുക്ക് ഈ മലയുടെ മുകളിലെത്താം. അതിലൊരു 17ാമത്തെ ഹെയർ പിൻ എത്തുമ്പം കുറച്ച് ജനവാസ മേഖലയാണ്. തോട്ടം തൊഴിലാളികളാണ് അവിടെ സ്ഥിരതാമസമുള്ളത്. തേയിലത്തോട്ടങ്ങളൊക്കെ വെയിലായതുകൊണ്ടായിരിക്കാം കരിഞ്ഞടക്കുക. വെയിലുണ്ടെങ്കിലും വെയിലിന് ചെറിയൊരു തണുപ്പുണ്ട്. അത്ര കട്ടി വെയിലല്ല കേട്ടോ. ഒരു PWDയുടെ ഫുഡ് സ്റ്റേഷനാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയത്. കയറാൻ പറ്റിയില്ല, തിരിച്ചു വരണമെന്ന് കയറണമെന്ന് വിചാരിച്ചതാണ്.
റേറ്റൊക്കെ കുറവാണ് അത്യാവശ്യം. പ്രത്യേകിച്ച് മലമുകളിലല്ലേ, നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ എന്തായാലും നമ്മൾ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാനുള്ള സ്ഥലം എത്തി. അപ്പം വിചാരിച്ചു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, മുകളിൽ വരെ കയറി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ കയറിൻ്റെ ടിക്കറ്റ് റേറ്റ് 45 രൂപ ആണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. ഞാൻ ബൈക്കിലാണ് പോയതുകൊണ്ട് ഫുൾ എനിക്ക് കറക്റ്റ് എമൗണ്ട് എന്നാലും വശമില്ല. ടിക്കറ്റ് ഉണ്ട്, വലിയ എമൗണ്ട് വരില്ല, വണ്ടിക്ക് അതിനനുസരിച്ചാണ്. നല്ലൊരു ഗ്രൗണ്ടാണ്, ക്രിക്കറ്റ് ഗ്രൗണ്ടാണെന്ന് തോന്നുന്നത്. ആരും കളിക്കാനൊന്നുമില്ല. അച്ചാറ് കുപ്പികളൊക്കെ മാടി മാടി വിളിക്കുകയാണ്. വെയിലാണെങ്കിലും താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ഒരു പ്രകൃതി ഭംഗി മൊത്തത്തിൽ കാണാം. പിന്നെ പൊന്മുടിയിലെ ഹിൽ ടോപ്പിലാണ് നമ്മളെ കേരള പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ISROയുടെ ഒരു സെക്ഷനുണ്ട്. ചില ഭാഗത്തൊക്കെ തേയിലത്തോട്ടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. മലകളിൽ ഏതോ ഒരു ഭാഗം കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാവും. വിശാലതയിലേക്ക് ഒരു ചെറിയ മഴക്കാറും മഞ്ഞിട്ടിട്ട് പോലുള്ള മേഘങ്ങളും താഴേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു പച്ച ഗോഡ്സ് ഓൺ കൺട്രി. ജസ്റ്റ് അവിടെ നിന്ന് ചവിട്ടിയതാണ്. അപ്പോഴത്തേക്ക് ISROയുടെ സെക്ഷനാട്ടോ. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളല്ലേ, അപ്പം നമ്മൾ സെക്യൂറാണല്ലോ. ചെറിയ മഴക്കോളുണ്ട്, അപ്പം മഞ്ഞിറങ്ങും എന്നൊരു വിശ്വാസമുണ്ട്. എന്നാലും ഏകദേശം പൊന്മുടി ടോപ്പ് എത്തിയിട്ടുണ്ട്. മിഷൻ പോയിന്റിലേക്കാണ്. വലയ സൈഡിൽ കാണുന്നത് ടൂറിസത്തിൻ്റെയാണ്, ഫോറസ്റ്റിൻ്റെ ഒരു കോഫി ഷോപ്പാണ്. വേറെ 2 വീലേഴ്സ് മാത്രമേ ഉള്ളൂ എത്തിയിട്ടുള്ളൂ. ഒരു പാർക്കിങ്ങിനുള്ളിലേക്ക് വണ്ടി ഇറക്കിയാണ്. ആകെ കണ്ടൊരു പക്ഷി, എന്താണ് കിളിയെന്ന് അറിയാൻ പറ്റില്ല, സ്വിം ചെയ്യാൻ പറ്റില്ല. അങ്ങ് ഉയരത്തിൽ കാണുന്നത് അടുത്തൊരു ടവറാണ്, പക്ഷെ അത് പൊളിഞ്ഞടക്കുന്നുണ്ട്, കയറാൻ പറ്റിയില്ല. ഇനി കുറച്ച് റൊമാൻസ് ആയാലോ എന്നുള്ള രീതിയിലാണ് പെണ്ണുമുള്ള. കാരണം ഇത്രയും നേരം ഫോണും പിടിച്ചതല്ല, അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. അതിനിടയിലാണ് അവിടെ ഒരു ഷെഡ് കണ്ടത്. ആൾക്ക് ഇഷ്ടപ്പെട്ടു, ഇറങ്ങി വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. നല്ല വെയിലുള്ളതുകൊണ്ട് വോൾട്ടേജ് കുറവുണ്ട്. മഞ്ഞ് കാണാൻ വന്നിട്ട് മഞ്ഞ് കണ്ടില്ലെങ്കിൽ നല്ല വെയിലാണ്. ഇറങ്ങി വന്നിരുന്ന് പയ്യെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം താഴ്ന്ന കോട വീഴുന്നുണ്ട്. കോടയുണ്ട്, മഴക്കോളും ഉണ്ട്. ആ വെട്ടമൊക്കെ ഒന്ന് പോയി. ഏകദേശം നമ്മളൊരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് താഴോട്ട് പിടിച്ചു കേട്ടോ. പത്തിരുപത്തിരണ്ട് എയർപിന് കയറി പോയതില്ലേ, തിരിച്ച് വണ്ടി തന്നെ മടുത്ത് ഓഫാ.
പൊന്മുടിയിലെ പോലീസ് സ്റ്റേഷൻ. ഞാൻ ആലോചിച്ചു എന്ത് ഭാഗ്യന്മാരായിരിക്കും ഇവിടുത്തെ പോലീസുകാർ. ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ടെങ്കിൽ അവർക്കും ഡ്യൂട്ടിയുണ്ട്. ആ കാണുന്ന കേട്ടോ ISROയുടെ ഒരു സെൻ്ററാണ്. എന്താണെന്ന് ചോദിച്ചാൽ വിശദമായിട്ട് അറിയത്തില്ല. അങ്ങനെ ഞാനും കൈ മാത്രം വന്നാൽ പോരല്ലേ, എൻ്റെ മുഖവും കൂടെ വരട്ടെന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ളേരെ സൈഡിലോട്ടൊന്ന് പിടിച്ചത്. നമ്മളെ ഉദ്ദേശ സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അച്ചാറുടെയൊക്കെ നടത്തി ഓർഡറും കൊടുത്തിട്ടിരിക്കട്ടോ. നല്ല ബ്രെഡ് ഓംപ്ലേറ്റ്, ഒരു 2 ബ്രെഡും ഒരു ഡബിൾ മുട്ടയും പൊരിച്ച്, കുറച്ച് സോസേജും മുളക് പൊടി. ആഹാ, അതിൻ്റെ കൂടെ നല്ല ചൂട് കോഫി. എന്താ സാധനം ഉണ്ടോ അത്, ഇത്ര ഉയരത്തിരുന്ന് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളവിടെ ഇരുന്ന് പയ്യ അതും തന്നെ വീണ്ടും വണ്ടി കയറുന്നു. പൊന്മുടിയോട് യാത്രയും പറഞ്ഞ് ചേച്ചിയുടെ കാശും മുട്ടയുടെ ഓംപ്ലേറ്റിൻ്റെയും കാശൊക്കെ കൊടുക്കണ്ടേ, കൊടുത്ത് നൈസിന് പൊന്മുടി നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്തെങ്കിലുമായിട്ടൊക്കെ വരാം. നല്ല മഴക്കോളുണ്ട്. മഴയ്ക്കുമ്പോൾ വീട്ടിൽ ചെല്ലണം, അതാണ് ഇനി അടുത്ത ഉദ്ദേശം.